ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യാൻസൂൺ ടോക്സ്. യാൻസൂൺ ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളുകളായി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറെ തിരക്കുകളൊക്കെ ആയിരുന്നു. പക്ഷെ ഇനി തൊട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെ നിങ്ങളെടുത്ത് അപ്ഡേറ്റുകൾ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇന്നലെ തൊട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ആസിഫ് അലി എന്ന നടനോട് കാണിച്ചിട്ടുള്ള ഒരു രീതി, രമേശ് നാരായണൻ എന്ന വ്യക്തി, അദ്ദേഹം ആസിഫ് അലിയോട് കാണിച്ചിട്ടുള്ള പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. രമേശ് നാരായൺ സംവിധായകൻ ജയരാജിനെ അടുത്തേക്ക് വിളിച്ചു വരുത്തി ഈ ഉപഹാരം ഏൽപ്പിച്ച ശേഷം തനിക്ക് സമ്മാനിക്കാൻ ആവശ്യപ്പെട്ടതാണ് വിവാദത്തിനിടയാക്കിയത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ജോഷി കുര്യനുണ്ട് വിവരങ്ങളുമായി. ജോഷി, ഇന്നലെ കൊച്ചിയിലാണ് ഈ ചടങ്ങ് നടന്നത്. ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത്? ഈ വിഷയത്തിൽ ഇരുവരുടെയും പ്രതികരണങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാവുന്നത്? ഇന്നലെ രാത്രിയായിരുന്നു ഈ മനോരഥങ്ങൾ എന്ന് പേരിട്ട 9 ചെറു സിനിമകളുടെ അവതരണം കൊച്ചിയിൽ നടന്നത്. ഈ വേദിയിൽ വെച്ചാണ് ഈ ആസിഫ് അലിയിൽ നിന്ന് ഈ രമേശ് നാരായണന് ഉപഹാരം സമ്മാനിക്കാൻ നിർദ്ദേശമുണ്ടായത്. ആസിഫ് അലി അത് ആളുകൾ ഇരിക്കുന്ന, അതായത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇരിക്കുന്ന ഇന്നലെ കൊച്ചിയിൽ വെച്ച് നടന്ന ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇന്നലെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വാർത്ത. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ആസിഫ് അലിയെ അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് ആളുകൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടുതൽ പേരും അനുകൂലിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് തന്നെ ആങ്കർ ജുവൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ജുവലിന്റെ സംസാരം എന്താണ്, അല്ലെങ്കിൽ ജുവലിന് ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. അതിന്റെ മുന്നേ തന്നെ ഈ ഒരു വിഷയത്തിൽ ആളുകൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു സിനിമയുമായി ബന്ധപ്പെട്ട്, ഒരു സിനിമയല്ല 9 സിനിമകളുമായി ബന്ധപ്പെട്ട് ഒരു ആന്തോളജി, അപ്പോൾ ഈ ഒരു ആന്തോളജിനെ റിലേറ്റ് ചെയ്തിട്ട് ഇതിനെ ആങ്കറിങ് ചെയ്ത് ഈ ഒരു കാര്യത്തിൽ ആളുകളെ എത്തിക്കുകയും അത് രീതിയിൽ പുരസ്കാരങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ നടക്കേണ്ടിയിരുന്നത്. എന്നാൽ കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ക്ലീൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അതേപോലെ ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോ നമുക്ക് ഈ ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് ആങ്കർ ജുവലിന് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നുകൂടി കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാം. ആദ്യം എന്താണ് ഈ പറയുന്ന ആങ്കർ ജുവലിന് സംസാരിക്കാനുള്ളത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇന്നാണ് അവരുടെ പ്രതികരണം വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു പ്രോഗ്രാമിനെ റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് ഇന്നുകൂടിയാണ് വന്നിട്ടുള്ളത്. ഇന്നലെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം കേട്ട ഉടനെ തന്നെ വീഡിയോ ചെയ്യുക എന്നതിലേക്കാൾ അപ്പുറത്തേക്ക് അതിലുള്ള നിജസ്ഥിതി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് കൃത്യമായി മനസ്സിലാക്കി അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിലാണ് ജേർണലിസം, അല്ലെങ്കിൽ അതാണ് ആളുകൾക്ക് അറിയേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തിരുന്നാലും എന്താണ് ജുവലിന് സംസാരിക്കാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. വാസുദേവൻ നായർ സാർ എഴുതിയ തിരക്കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമായിട്ടുള്ള 9 സിനിമകളുടെ ഒരു ആന്തോളജി, അത് ഓഗസ്റ്റ് 15 വരാൻ പോവാണ്. സോ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ്. ഒരു സിനിമയല്ല, 9 സിനിമയാണ്. അപ്പോൾ 9 സിനിമകളിലെയും താരങ്ങൾ, അഭിനേതാക്കൾ, സംവിധായകർ, മ്യൂസിക് ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, DOPs, ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള ആൾക്കാരുടെ വലിയൊരു നിര ഉണ്ട്, ഇൻക്ലൂഡിങ് മമ്മൂക്ക, പ്രിയദർശൻ സാർ, ഒത്തിരി. ആക്ച്വലി പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ദോ ഇത്രയധികം ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെയും ഇതിൽ ആരൊക്കെ വരും വരില്ല, ഇതിൽ കൃത്യതക്കുറവുകൾ തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു. ഇൻ ബിറ്റ്വീൻ അതിൽ പുതിയ പേരുകൾ ആഡ് ചെയ്യപ്പെടുകയും ഉള്ള പേരുകളും നീക്കം ചെയ്യുകയൊക്കെ ചെയ്തു. ഇത് സ്വാഭാവികമാണ്. നിങ്ങളെല്ലാവരും കാണുന്ന പോലെ 1 മിനിറ്റിൻ്റെ വീഡിയോയിൽ നമുക്ക് ഒരു പ്രോഗ്രാമിനെ ഒരിക്കലും
അവിടെ എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവില്ല. സോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണൻ സാർ മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 9 സിനിമകളിലെയും ഓരോ ചലച്ചിത്രത്തിൻ്റെ പേര് പറഞ്ഞ് അതിൽ എനിക്ക് എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകർ. 9 സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റ് ആൻഡ് ക്രൂരും നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല, നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേശ് നാരായണൻ സാറിൻ്റെ പേരില്ലായിരുന്നു. അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിന്റെ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതിനകത്ത് ആങ്കർ ജ്വൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ആ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നതിൽ സംഘാടകരിൽ ഒരു വലിയൊരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം ആരൊക്കെയാണ് വരുന്നത്, ആരൊക്കെയാണ് വരാത്തത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അറിവ് ആങ്കറിന് നൽകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും ഒരു ആങ്കറിങ് ജോലി എടുത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ എനിക്കും അറിയാം ആങ്കറിങ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളെ രസിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നതിലേക്കൊക്കെ അപ്പുറത്തേക്ക് അതൊരു വളരെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ജോബാണ്. കാരണം ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പേരുകൾ ഉണ്ടാവാം, ആ പേരുകളിൽ ചിലപ്പം നമുക്ക് വെട്ടേണ്ടി വരാം. കാരണം അവർ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില പേരുകൾ കൂട്ടിച്ചേർക്കേണ്ടി വരാം. അപ്പൊ അതിനകത്ത് ഇവർക്ക് ഈ പറയുന്ന പോലെ രമേശ് നാരായണൻ അദ്ദേഹത്തെ ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രമേശ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തിയെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 9 സിനിമകളുടെ ഒരു ചലച്ചിത്ര ആവിഷ്കാരമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ചും അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് താരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് DOPസും ടെക്നീഷ്യൻസും മ്യൂസിക് ഡയറക്ടേഴ്സും എല്ലാവരും ഉണ്ടാകും. അപ്പോൾ അത്രയും ഒരു ക്രൗഡിന് മുന്നിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്ന ഒരു സമയത്ത് കൃത്യമായ പ്ലാനിങ് സംഘാടകരിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ അത് കൃത്യമായി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ആങ്കർ എന്ന് പറയുന്ന ഒരു ആളുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ പലപ്പോഴായിട്ടും അത് സംഭവിക്കാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൃത്യമായി അതിന് പേര് ചേർത്തിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് അല്ലെ. രമേശ് നാരായണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തെ വിളിക്കണം എന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ആങ്കറിന് അവരുടെ പേര് അറിയില്ല, അതൊരു ബുദ്ധിമുട്ട് പോലെ, പേര് വിളിച്ചത് തെറ്റാന്ന് മനസ്സിലായി. ആ പേര് ചോദിക്കാൻ, അതായത് എന്താണ് എന്നുള്ളത് പേര് ചോദിക്കാൻ ഒരു സാവകാശം കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഒരു സെക്കൻഡുകളിൽ നടക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ആ സെക്കൻഡുകളിൽ നടക്കുന്ന വിഷയത്തിൽ അവർക്ക് കൃത്യമായി പേര് ചോദിക്കാനും, അല്ലെങ്കിൽ അപ്പോൾ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് എന്താ ഇത്ര വലിയൊരാളുടെ പേര് അറിയില്ലേ എന്നുള്ളതൊക്കെ പല വിമർശനങ്ങൾ ചിലപ്പം ആങ്കറിന് നേരെ വരുന്നവരുണ്ടാവും. പക്ഷെ പറയുന്നത് എല്ലാവർക്കും എല്ലാവരുടെയും പേരുകൾ അറിഞ്ഞോളണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ ലോകത്ത് അവർ വലിയ പ്രശസ്തയായിട്ടുള്ള ആളുകളായിരിക്കാം, എന്നാൽ കൂടി നമ്മളൊക്കെ മനുഷ്യരാണ്. ചിലപ്പോൾ നമുക്ക് വളരെ പ്രശസ്തരായിട്ടുള്ള ചിലരെ നമുക്ക് അറിഞ്ഞോളണം എന്നില്ല. അതൊരിക്കലും ഒരു തെറ്റായിട്ടും ശരിയായിട്ടും അതിനെയൊന്നും നമ്മൾ ആ തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എന്തുകൊണ്ടോ പേര് തെറ്റി വിളിച്ചത് കൊണ്ട് ഒബ്വിയസ്ലി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്തിന് അദ്ദേഹത്തിന്റെ പേര് തെറ്റായിട്ട് വിളിച്ചു, അത് അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടാക്കി എന്ന് കരുതി മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിയെ, ആസിഫ് അലിയെ പോലെ ഒരു നടനെ, ഒരു നടൻ എന്നുള്ള രീതിയിലല്ല, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, അവരെ ചേർത്ത് പിടിക്കുക. അല്ലെങ്കിൽ ഇന്ന് കേരളക്കാരെ മുഴുവനും ആസിഫ് അലിയോട് കൂടെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. അതായത് ആസിഫ് അലി എന്ന് പറഞ്ഞ നടൻ അവിടെ കാണിച്ചിട്ടുള്ള ഒരു മെച്യൂരിറ്റിയാണ്, ആ ഒരു ചിരിയിലൂടെയാണ് ഇന്ന് ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ആ ഒരു ഭാവമാറ്റവും ഇല്ലാതെ ചിരിക്കാൻ സാധിച്ചു. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലത്തെ ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വളരെ ലൈറ്റ് ആയിട്ട് ചിരിക്കാൻ പറ്റുകയും നമ്മൾ വളരെ മെച്യൂർഡ് ആയിട്ട് ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ശരിക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്.
രമേശ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇതിൽ ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മുന്നിലിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു പക്ഷെ ഒരു വിഷമം ഉണ്ടായെന്ന് കരുതി ഒരിക്കലും അതിന് ആസിഫ് അലി എന്ന് പറഞ്ഞൊരു നടൻ ഒരു തെറ്റുകാരനല്ല. അപ്പോ അദ്ദേഹത്തിന് ജയരാജൻ സാർ നൽകണം എന്നായിരിക്കും ആഗ്രഹം ഉണ്ടായിരിക്കുക. പക്ഷെ എന്ന് കരുതി ഒരിക്കലും മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി തന്റെ മുന്നിലേക്ക് ഉപഹാരം നൽകുമ്പോൾ അല്ലെങ്കിൽ പുരസ്കാരം തനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് നൽകുന്ന സമയത്ത് അത് വേണ്ട എന്ന തരത്തിലൊരു ഒരു മൈൻഡ് പോലും വളരെ ഇഗ്നോർ ചെയ്യുന്ന രീതിയിൽ അത് പെരുമാറുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും കലാപരമായിട്ടും എല്ലാത്തിനോടും വളരെയധികം ഇഷ്ടമുള്ള ആൾക്കാരാണ് അല്ലെ. ഇപ്പം കല എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്കറിയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അറിഞ്ഞ്, പരസ്പരം ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവ് അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആ അറിവുകൾ പകർന്നുകൊണ്ടുമാണ് ഓരോ കലാകാരനും വളരേണ്ടതും അത് തന്നെയാണ് മാതൃകയാവേണ്ടതും. എന്നാൽ അവിടെ സംഭവിച്ചതൊരു കാര്യമാണ്. പിന്നെ അതിന് ശേഷം ന്യൂസിൽ അദ്ദേഹം സോറി പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ അദ്ദേഹം സോറി പറഞ്ഞത് തീർച്ചയായിട്ടും സോറി, ഓക്കെ, അത് സോറി എന്നുള്ള വേർഡ് തന്നെയാണ്. പക്ഷെ അതിലപ്പുറത്തേക്ക് എല്ലാം കഴിഞ്ഞൊരു സോറി പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ആ മനുഷ്യൻ വേദനിച്ചു എന്നുള്ളതാണ്. ആ മനുഷ്യന്റെ ചിരി, അപ്പൊ അതിനകത്ത് കുറെ പേര് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് മറ്റു വല്ല ആക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രതികരിക്കുമായിരിക്കും. അതൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല, മറ്റുള്ള ആക്ടേഴ്സ് പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. പക്ഷെ ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഏതൊരു കലാകാരനും, അത് രമേശ് നാരായണൻ അതുപോലെയുള്ള വലിയ വലിയ കലാകാരന്മാര് മറ്റുള്ളവർക്ക് മാതൃകയാവുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തനിക്ക് ഒരു ഇൻസൾട്ട് ഉണ്ടായി അല്ലെങ്കിൽ തനിക്കൊരു വേദന ഉണ്ടായി എന്ന് കരുതി ആ വേദന മറ്റൊരാൾക്ക്, മറ്റൊരു കലാകാരന് കൊടുക്കുക എന്നുള്ളതിൽ എന്ത് ഔചിത്യമാണുള്ളത് എന്ന് എനിക്ക് ചോദിക്കാൻ തോന്നുകയാണ്. എന്നിരുന്നാലും ഈ ഒരു വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജുവലും മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ജുവൽ പറയുന്നുണ്ട് സംഘാടകരിൽ വന്നൊരു പാളിച്ചയാണെങ്കിൽ കൂടി തന്നെ ഷീസ് റെഡി ടു അപ്പോളജൈസ്. കാരണം പേര് തെറ്റി പറഞ്ഞത് തെറ്റാണ്, അത് മോശമായി പോയി, അല്ലെങ്കിൽ അത് അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ആങ്കറിങ് ജോബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതല്ല. ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പേരുകളോ കൃത്യമായിട്ട് വിവരണങ്ങളോ ഒന്നും കിട്ടാതെ തന്നെ അപൂർണമായി കിട്ടുന്നതിൽ നിന്ന് തന്നെ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ചും നമ്മൾ കാര്യങ്ങൾ സ്പോണ്ടാനിയസ് ആയിട്ട് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് കൃത്യമായും ഇനി എന്തൊരു പരിപാടികൾ നടക്കുമ്പോഴും സംഘാടകർ അത് കൃത്യമായി ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും ആസിഫ് അലി ഈ ഒരു വിഷയത്തിനോട് കാണിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു ആ ചിരി തന്നെയാണ് നമ്മളെപ്പോലുള്ള ഓരോ മനുഷ്യരും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പഠിക്കേണ്ടത്, അറിയേണ്ടത്. നമ്മളെല്ലാം ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ആർജിക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നിരുന്നാലും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.